കാറിനകത്ത് ഒരു ബ്രീഫ് കേസ് ഉണ്ട്. അതാണ് എന്റെ ലക്ഷ്യം. ഓഫീസിനകത്ത് കയറും മുമ്പ് തന്നെ കിട്ടണം. ഇങ്ങനെ തരും, ഞാൻ പിടിച്ചോളാം. വിടാൻ എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. പ്യൂൺ പോസ്റ്റ് ആയാലും മതി. ഞാൻ ഈ പെട്ടിയും തൂക്കി പുറകെ നടന്നോളാം. ജീവിക്കാൻ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ഇതാരും പുറത്തറിയണ്ട. പഴയ പർച്ചേസിംഗ് മാനേജർ 4 കൊല്ലം കഴിഞ്ഞ് അതേ കമ്പനിയിൽ തന്നെ പിയൂണാകാൻ വന്നിരിക്കണം. ആൾക്കാരെ അറിഞ്ഞാ ചിരിക്കും. മര്യാദക്ക് കമ്പനിയിൽ നിനക്ക് ജോലി എന്നല്ലേ, എന്നിട്ട് 3 കൊല്ലം കൊണ്ട് 3 ലക്ഷം രൂപ വെട്ടി. ആ സീക്ക എന്നെ ചതിച്ചതാ. പണം മുഴുവൻ തട്ടിയെടുക്കാനായിട്ട് അയാൾ എന്നെ കരുവാക്കിയതാ. വകയില് നീ എന്റെ ഒരു അളിയനാ. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ എനിക്കൊരു പാർട്ണർ ഉണ്ട്, മിസ്റ്റർ മേനോൻ. അദ്ദേഹം കൂടെ വിചാരിക്കണം. അല്ല, അത് ഒന്ന് പറഞ്ഞ. അല്ല അളയാ, ഗുഡ് മോർണിംഗ് സർ. എന്നെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി? രക്ഷകൻ ചത്തോ? അയ്യോ, ഞാനും സീക്കയുമായിട്ട് അന്നേ വഴി പിരിഞ്ഞു. രമേശ, എന്തോ? നിന്നെ പോലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ ഈ കമ്പനിക്ക് ആവശ്യമില്ല. ഇത്തിരി പ്രാപ്തി കുറഞ്ഞാലും കമ്പനി വിഴുങ്ങാത്ത ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്താ എന്നെ കാളയടോ, സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ ശത്രുവാണെങ്കിലും ഉപേക്ഷിച്ച പാരമ്പര്യം നമുക്കുണ്ടോ? അയ്യോ, മെന്നെ വീക്കാവരുത്. മേനോൻ ശുദ്ധനാ. ഇവനോടൊന്നല്ല നമ്മൾ പാരമ്പര്യം കാണിക്കേണ്ടത്. ഇയാള് പാവ. ആ സീക്കയുടെ ട്രാപ്പിൽ വീണു പോയതാ. ഒരു തവണ കൂടി നമുക്ക് ക്ഷമിക്കാം. താങ്ക് യു സർ.